LDF രാജ്യസഭാ സ്ഥാനാർത്ഥികളായ പി സുനീറും ജോസ് കെ മാണി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുഖ്യമന്ത്രിക്കും ഘടകകക്ഷി നേതാക്കൾക്കും ഒപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾക്കായി കേന്ദ്രത്തിൽ ഇടപെടൽ നടത്തുമെന്ന് ഇരുവരും പറഞ്ഞു. മുഖ്യമന്ത്രിക്കും ഘടകകക്ഷി നേതാക്കൾക്കും ഒപ്പമാണ് LDF സ്ഥാനാർത്ഥികളായ ജോസ് കെ മാണിയും പി സുനീറും നിയമസഭാ സെക്രട്ടറിക്ക് മുമ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ആദ്യം ജോസ് കെ മാണി, പിന്നീട് പി സുനീറും പത്രിക സമർപ്പിച്ചു. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാരിൽ ഇടപെടൽ നടത്തുമെന്ന് പത്രിക സമർപ്പിച്ചതിനു ശേഷം ഇരു സ്ഥാനാർത്ഥികളും പ്രതികരിച്ചു. വളരെയധികം കാര്യങ്ങൾ ഒരു പ്രാദേശിക പാർട്ടി എന്നതിനപ്പുറം ഇന്ന് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വളരെയധികം കാര്യങ്ങൾ ഇന്ന് കേന്ദ്രത്തിൽ ഇടപെടേണ്ടതുണ്ട്. നേരത്തെയുമുണ്ട്, വളരെ ശക്തമായിട്ട് ഇടപെടേണ്ടതുണ്ട്. തീർച്ചയായും ഇടതുപക്ഷ മുന്നണിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ആ നയങ്ങൾക്കനുസരിച്ച് ശക്തമായി പ്രവർത്തിക്കാൻ പരിശ്രമിക്കും. കേരളത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇടതുപക്ഷ MP-മാരോടൊപ്പം ചേർന്നുകൊണ്ട് ഉള്ള ശക്തമായ രീതിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. LDF ധാരണ പ്രകാരം CPIക്ക് ലഭിച്ച സീറ്റിൽ CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി സുധീറിനെയും കേരള കോൺഗ്രസിന് ലഭിച്ച സീറ്റിൽ ചെയർമാൻ ജോസ് കെ മാണിയെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. UDF സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിലെ ഹാരിസ് ബീരാൻ കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചിരുന്നു. 3 രാജ്യസഭാ സീറ്റുകളാണ് സംസ്ഥാനത്ത് ഒഴിവ് വരുന്നത്. ഇതിൽ 1 സീറ്റ് UDFനും 2 സീറ്റ് LDFനും ലഭിക്കുക. ഈ മാസം 25-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനം, തിരുവനന്തപുരം.